നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം വിദഗ്ധ സംഘം സ്ഥലം പരിശോധിച്ചു. പരിശോധന നടത്തിയത് മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്. കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിന്റെ പഞ്ചവത്സര ദ്വിശതാബ്ദി ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും. സമാപനം ഡൊറോത്തിയ ബേക്കറിന്റെ ജന്മദിനത്തിൽ. നൈപുണ്യ വികസനത്തിന് കൈത്താങ്ങ്. പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITയിൽ പ്രൊഡക്ഷൻ സെന്റർ തുടങ്ങി. ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചത് 14 ലക്ഷം രൂപ വിനിയോഗിച്ച്. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സംഘം പരിശോധന നടത്തി. ബൈപ്പാസിലെ മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിലെ ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിനായാണ് പരിശോധന നടത്തിയത്. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിദഗ്ധ സംഘം പരിശോധിച്ചു. കിഫ്ബി, RBDCK, KRFB എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും മീതെ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിനാണ് വിദഗ്ധ സംഘം പരിശോധന നടത്തിയത്. മണിമല റോഡിൽ നിർമ്മിക്കുന്ന തൂണുകൾ ഭാവിയിൽ റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും തടസ്സമാകാത്ത രീതിയിൽ നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റു പരിശോധനകൾക്ക് ശേഷം കിഫ്ബി അംഗീകാരത്തോടെ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം. ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ, പഞ്ചായത്ത് അംഗം റിജോ വാളാന്തറ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത 183 കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നിന്നുമാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് ആരംഭിക്കുന്നത്. മണിമല റോഡിനും ചിറ്റാർപ്പുഴയ്ക്കും കുറുകെ പാലം നിർമ്മിച്ച് ടൗൺഹാളിന് സമീപത്തുകൂടി പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപത്ത് ദേശീയപാതയിൽ പ്രവേശിക്കുന്ന രീതിയിലാണ് ബൈപ്പാസ്. 15 മുതൽ 20 മീറ്റർ വരെ ബൈപ്പാസിന് വീതിയുണ്ടാകും. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്കാണ് ബൈപ്പാസിന്റെ നിർമ്മാണ ചുമതല. ഗുജറാത്ത് കേന്ദ്രമായ ബാക്ക് ബോൺ ഏജൻസീസാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ ഏറ്റെടുത്തിരിക്കുന്നത്. ബൈപ്പാസ് നിർമ്മാണത്തിന് ചെലവാകുന്ന 26.16 കോടി രൂപ കിഫ്ബി മുഖേനയാണ് അനുവദിച്ചിരിക്കുന്നത്. 2025 മാർച്ച് 3 നിർമ്മാണ കാലയളവ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഞ്ചവത്സര ദ്വിശതാബ്ദി ആഘോഷങ്ങൾക്ക് ശനിയാഴ്ച തിരശ്ശീല വീഴും. ഇതിന് മുന്നോടിയായി അമേലിയ ബേക്കറിന്റെ കല്ലറയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തി. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി CMS മിഷണറി അമേലിയ ഡൊറോത്തിയ ബേക്കർ സ്ഥാപിച്ച കേരളത്തിലെ പ്രഥമ വിദ്യാഭ്യാസ സ്ഥാപനമായ കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 205 വർഷം പൂർത്തിയാക്കുന്നു. 2019 ആരംഭിച്ച പഞ്ചവത്സര ദ്വിശതാബ്ദി ആഘോഷങ്ങൾക്ക് അമേലിയ ഡൊറോത്തി ബേക്കറിന്റെ ജന്മദിനമായ ജനുവരി 20 തിരശ്ശീല വീഴും. ചാലുകുന്ന് CSI കത്തീഡ്രൽ സെമിത്തേരിയിലെ അമേലിയ ബേക്കറിന്റെ കല്ലറയിൽ അധ്യാപകരും കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും പുഷ്പാർച്ചന നടത്തി. CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ ജേക്കബ് ജോർജ്, പ്രിൻസിപ്പൽ ഷിബു തോമസ്, വൈസ് പ്രിൻസിപ്പൽ ബീന ബേബി, PTA പ്രസിഡന്റ് TC അജിത് കുമാർ, മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ ജോർജ് വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ധീര വനിതയെ ഓർക്കുന്ന, ആ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, സ്മരിക്കുന്ന, ഉത്തരവാദിത്വങ്ങൾ ഏൽക്കുവാൻ നമ്മളെ തന്നെ ഇന്ന് പുനഃപ്രതിഷ്ഠിക്കുന്ന, പുനഃസമർപ്പിക്കുന്ന ഒരു സമയം. അമേലിയ ഡൊറോത്തിയ ബേക്കർ, ആ ഒരു പേര് എന്നും മായാതെ നിൽക്കുന്നത്. CMS മിഷണറിമാരുടെ ഒരു സമൂഹം കേരളത്തിലെത്തിയത് ഈ നാടിൻ്റെ സമൂലമായ മാറ്റത്തിന് മുഖാന്തരമായി. അത് ഈ നാടിനെ വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, സാമ്പത്തികമായി ഒക്കെ വളർത്തുന്നതിന് ഏറെ മുഖാന്തരമായി. സ്കൂൾ വളപ്പിൽ പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ എലിസബത്ത് മത്തായി പതാക ഉയർത്തി ദ്വിശതാബ്ദി സമാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അമേലിയ ഡൊറോത്തിയ ബേക്കറിന്റെ 223ാമത് ജന്മദിനമായ ശനിയാഴ്ച ബേക്കർ ദിനമായി ആചരിക്കും. സ്കൂൾ മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITയിൽ പ്രൊഡക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുകയാണ് ഇത്തരം പ്രൊഡക്ഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. സാങ്കേതിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി നൈപുണ്യ വികസനത്തിലൂടെ വിദഗ്ധ യുവപ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് പ്രഥമ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ ITകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ITയിൽ നടക്കുന്ന പരിശീലനത്തിൽ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനും ട്രെയിനികളെ അവരുടെ പരിശീലന മേഖലകളിൽ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയും പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITയിൽ പ്രൊഡക്ഷൻ സെന്റർ ആരംഭിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് പ്രൊഡക്ഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ബേക്കറി പ്രൊഡക്ട്സ് യൂണിറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും ചീഫ് വിപ്പ്
തെളിവെടുപ്പ് നിർവഹിച്ചു. നൈപുണ്യവർദ്ധനയ്ക്കുള്ള എല്ലാ സൗകര്യവും ITകളിൽ സർക്കാർ ചെയ്തു നൽകുന്നതായി ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെയുള്ള അവരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ, അതോടൊപ്പം തന്നെയുള്ള പരിശീലനം, പ്രൊഡക്ഷൻ സംവിധാനങ്ങൾ ആരംഭിക്കുക എന്നുള്ള ഒരു വലിയ ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് സ്റ്റാർട്ടപ്പുകൾ അതുപോലെയുള്ള ഒരുപാട് പുതിയ സംവിധാനങ്ങൾ കടന്നു വന്ന കാലഘട്ടം. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം അധ്യക്ഷയായി. പള്ളിക്കത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ബിജു, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോമോൾ മാത്യു, പ്രിൻസിപ്പൽ അജിത്ത് കുമാർ കെ തുടങ്ങിയവർ പങ്കെടുത്തു. 14 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രൊഡക്ഷൻ സെന്റർ നിർമ്മിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. മറന്നുവെച്ച കണ്ണട എടുക്കാൻ തിരികെ കയറിയ വിദ്യാർത്ഥി ഓടുന്ന ട്രെയിനിൽ നിന്നും ഇറങ്ങവേ വീണു മരിച്ചു. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. പുതുപ്പള്ളി സ്വദേശി അഞ്ചേരി ഇടശ്ശേരിക്കുന്നൽ ദീപക് ജോർജ് വർക്കിയാണ് മരിച്ചത്. പൂനെയിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു ദീപക്. ഇവിടെ നിന്നും കോഴ്സ് പൂർത്തിയാക്കി വീട്ടിലേക്ക് വരവേ ബോംബെ ജയന്തി ട്രെയിനിൽ നിന്നും വീണാണ് അപകടമുണ്ടായത്. സാധനങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തുവെച്ചെങ്കിലും മറന്നുപോയ കണ്ണട എടുക്കാൻ കയറിയ ശേഷം തിരികെ ഇറങ്ങവേ റെയിൽവേ പാളത്തിലേക്ക് വീഴുകയായിരുന്നു ദീപക്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പരിസരങ്ങൾ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി തിരുനക്കര ക്ഷേത്ര പരിസരം വൃത്തിയാക്കുന്നതിന് ശിവരാജ് സിംഗ് ചൗഹാൻ പങ്കുചേർന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പരിസരം വൃത്തിയാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം അനുസരിച്ച് BJP കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരുനക്കര മഹാദേവ ക്ഷേത്ര പരിസരം വൃത്തിയാക്കൽ പരിപാടിയിൽ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പങ്കെടുത്തു. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിയ ശിവരാജ് സിംഗ് ചൗഹാനെ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി അജയ് ടി നായർ, ജനറൽ കോർഡിനേറ്റർ TC രാമാനുജം, ഉപദേശക സമിതി അംഗം VA രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിലെ വിളക്കിൽ തിരിതെളിയിച്ച് പ്രാർത്ഥിച്ചു. മേൽശാന്തിയിൽ നിന്നും പ്രസാദവും സ്വീകരിച്ചു. പിന്നീട് BJP പ്രവർത്തകർക്കൊപ്പം ആൽവിളക്കും ക്ഷേത്ര പരിസരവും വൃത്തിയാക്കി. महादेव टेम्पल में स्वच्छता का अभियान यहाँ चलाया और मंदिर प्रांगण की सफाई की. जहाँ स्वच्छता है वहीं भगवान है, जहाँ स्वच्छता है वहीं शिव है, जहाँ स्वच्छता है वहीं स्वास्थ्य है और जहाँ स्वच्छता है वहीं प्रसन्नता है. हमको हर परिसर स्वच्छ रखना चाहिए, लेकिन विशेषकर हमारे मंदिर जब अपने आराध्य की पूजा करने आते हैं तो मंदिर स्वच्छ रहें, उनके प्रांगण स्वच्छ रहें, ये अत्यंत आवश्यक है. मैं मंदिर कमेटी के भी सभी सदस्यों से आग्रह करता हूँ कि नित्य सफाई होती रहना चाहिए. प्रधानमंत्री जी ने भी आह्वान किया है कि 22 जनवरी तक हम मंदिरों में स्वच्छता अभियान चलाएं, लेकिन 22 जनवरी नहीं, 22 जनवरी के बाद भी स्वच्छता अभियान लगातार चलते रहना चाहिए, क्योंकि स्वच्छता से कई चीज़ें जुड़ी हुई है. मुझे आज सौभाग्य मिला कि महादेव टेम्पल में स्वच्छता अभियान में BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് NK നാരായണൻ നമ്പൂതിരി, സംസ്ഥാന സമിതി അംഗം B രാധാകൃഷ്ണ മേനോൻ, ജില്ലാ ജനറൽ സെക്രട്ടറി S രതീഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് KP ഭുവനേഷ്, റീബ വർക്കി, ജില്ലാ സെക്രട്ടറിമാരായ അഖിൽ രവീന്ദ്രൻ, ലാൽകൃഷ്ണ തുടങ്ങിയവർ പങ്കുചേർന്നു. തുടർന്ന് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള ഘോഷയാത്രയിലെ രഥത്തിൽ മാല ചാർത്തിയ ശേഷമാണ് ശിവരാജ് സിംഗ് ചൗഹാൻ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സഹകരണ കോൺഗ്രസിന്റെ ഭാഗമായി കൊടിമര ജാഥ തുടങ്ങി. ഏറ്റുമാനൂരിൽ നിന്നാണ് കൊടിമര ജാഥ തുടങ്ങിയത്. തിരുവനന്തപുരത്ത് നടക്കുന്ന 9ാമത് സഹകരണ കോൺഗ്രസിന്റെ പ്രചരണാർത്ഥമുള്ള കൊടിമര ജാഥയ്ക്ക് തുടക്കം. ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടറും സംസ്ഥാന സഹകരണ സംഘം രജിസ്ട്രാറുമായ TV സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയിലെ വൈവിധ്യമാർന്ന നേട്ടങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരാൻ ടെലിവിഷൻ പരിപാടികൾ അടക്കമുള്ള വിപുലമായ പ്രചാരണ പരിപാടികൾ നടപ്പാക്കുമെന്ന് TV സുഭാഷ് പറഞ്ഞു. പുതിയ നിയമ പരിഷ്കരണവും സമഗ്രമായ ഓഡിറ്റിംഗും സോഫ്റ്റ്
സോഫ്റ്റ്വെയർ ഏകീകരണവും നടത്തിയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും ടി വി സുഭാഷ് പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയും നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിന് വിധേയമാകുകയും ട്രാൻസ്പാരൻസി ഓപ്പൺനെസ് കൊണ്ടുവരികയും അപ്പോൾ ഈ ഒറ്റപ്പെട്ട ആളുകൾ കള്ളത്തരം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ ലോൺ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒക്കെ ഇഷ്യൂസ് കാണിക്കുന്നത് അത് കേരളത്തിൻ്റെ മൊത്തം പ്രശ്നമായിട്ടാണ് ഇപ്പോൾ അത് കാണിക്കപ്പെടുന്നത്. സഹകരണത്തെക്കുറിച്ച്, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച്, അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച്, അത് പൊതുജനങ്ങൾക്കുള്ള സ്കീമുകളെക്കുറിച്ച്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ അത് വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് പൊതുജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ടെലിവിഷൻ പ്രോഗ്രാം തുടങ്ങാൻ നമ്മൾ ആലോചിക്കാം. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ KM രാധാകൃഷ്ണൻ, ജാഥ മാനേജർ T അയ്യപ്പൻ നായർ എന്നിവരെ ടി വി സുഭാഷ് ഹാരം അണിയിച്ചു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തോട് അനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ നികേത് മനോജിനെ ചടങ്ങിൽ ഫലകം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടിയിൽ ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് P ഹരികുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാമ്പാടി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് വൈസ് പ്രസിഡന്റ് P ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ഷേർലി തരിയൻ അധ്യക്ഷയായി. സാബു M എബ്രഹാം പങ്കെടുത്തു. പാമ്പാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരായ മനോജ്, മായ, പ്രവീൺ, അനീഷ് എന്നിവർ ക്യാമ്പ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കോട്ടയം തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ജനുവരി 21-ന് കൊടിയേറും. സമാപന ദിവസമായ 28-ന് വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന തിരുനക്കര രഥോത്സവം കോട്ടയം ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം രാത്രി 9:30-ക്കാണ് തിരുവാറാട്ട്. വാർത്താസമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് H രാമനാഥൻ, സെക്രട്ടറി S പ്രദീപ് കുമാർ, ട്രഷറർ K വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 28-ാം തീയതി ഉച്ചകഴിഞ്ഞ് 4 മണിക്കാണ് പ്രസിദ്ധമായ തിരുനക്കര രഥോത്സവം നടക്കുക. ഈ രഥോത്സവം ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടർ വിഘ്നേശ്വരി IAS ഉദ്ഘാടനം ചെയ്യും. അത് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന രഥഘോഷയാത്ര ടെമ്പിൾ കോർണർ, ശീമാട്ടി റൗണ്ടാന, സെൻട്രൽ ജംഗ്ഷൻ, TB റോഡ്, കോടിമത ധർമ്മശാസ്ത്ര ക്ഷേത്രം, പള്ളിപ്പുറത്ത് കാവ്, ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ശിവാസ് ജംഗ്ഷൻ, KSCB, പുളിമൂട് ജംഗ്ഷൻ വഴി ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരും. അവിടെ നിന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള എതിരേൽപ്പ് പാണ്ഡിമേളത്തിന് കലാമണ്ഡലം പുരുഷോത്തമൻ പ്രാമാണിത്വം വഹിക്കും. തുടർന്ന് രാത്രി 9:30-ന് ക്ഷേത്രക്കുളത്തിലാണ് തിരുവാറാട്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള വികസിത് ഭാരത് സങ്കല്പയാത്ര പാലാ നഗരസഭയിൽ എത്തി. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പര്യടനം ഉദ്ഘാടനം ചെയ്തു. വികസിത് ഭാരത് സങ്കല്പ് യാത്ര പാലാ നഗരസഭയിൽ എത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ കോട്ടയം ജില്ലയിലെ നഗരമേഖലയിലെ പര്യടനം പാലാ നഗരസഭയിൽ എത്തി. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉദ്ഘാടനം ചെയ്തു. प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में एक नए भारत, न्यू इंडिया का उदय हो रहा है. एक वैभवशाली भारत, एक गौरवशाली भारत, एक संपन्न भारत, एक समृद्ध भारत, एक शक्तिशाली भारत का निर्माण श्रीमान नरेंद्र मोदी जी के नेतृत्व में हो रहा है. और केरल भी विकास की दौड़ में पीछे नहीं है. प्रधानमंत्री श्रीमान नरेंद्र मोदी जी ने, बीजेपी की केंद्र सरकार ने केरल की प्रगति और विकास में कोई कसर नहीं छोड़ी है. पिछले 5 साल में 1,15,000 करोड़ रुपया नरेंद्र मोदी जी ने केरल के विकास के लिए दिए हैं. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് പരിപാടിയുടെ മുഖ്യ ലക്ഷ്യം. വിവിധ കേന്ദ്ര പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് യാത്ര എത്തിച്ചേരുന്ന കേന്ദ്രങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹതയുള്ളവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് G മീന ഭവൻ, നേതാക്കളായ S ജയസൂര്യൻ, ബിനീഷ് ചുണ്ടച്ചേരി, ലിജിൻ ലാൽ, N ഹരി, NK ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരസഭാധ്യക്ഷ ജോസിൻ ബിനോ രാജിവെച്ചു. മുൻ ധാരണ പ്രകാരമാണ് രാജി. 4 വർഷം കേരള കോൺഗ്രസ് എമ്മിനും
1 വർഷം CPI പ്രതിനിധിക്കും എന്ന മുൻ ധാരണ പ്രകാരമാണ് ജോസിൻ ബിനോ 1 വർഷമായി പദവി വഹിച്ചത്. ഇനിയുള്ള 2 വർഷം കേരള കോൺഗ്രസ് എമ്മിനാണ് അധ്യക്ഷ പദവി. നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി CPM പ്രതിനിധിയായി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും ഭരണകാലം പൂർത്തീകരിക്കുകയും ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ജോസിൻ ബിനോ പറഞ്ഞു. അറിയിപ്പ്: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസിൽ സീനിയർ റിസർച്ച് ഫെലോ, ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവിലേക്ക് വോക്ക്-ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഫെബ്രുവരി 3 രാവിലെ 9 മണിക്ക് കോട്ടയം കഞ്ഞിക്കുഴി മുട്ടമ്പലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് ഓഫീസിലാണ് ഇന്റർവ്യൂ. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.iccs.kerala.gov.in സന്ദർശിക്കുക. പാലാ MACT കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറെ നിയമിക്കുന്നതിന് യോഗ്യരായ അഭിഭാഷകരുടെ പാനൽ തയ്യാറാക്കുന്നു. താൽപര്യമുള്ളവർ നിശ്ചിത യോഗ്യത, ജനന തീയതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പേര്, വിലാസം, ജനന തീയതി, വയസ്സ്, ഇമെയിൽ ID, ഫോൺ നമ്പർ, യോഗ്യത, എൻറോൾമെന്റ് തീയതി, വർഷം, ഫോട്ടോ എന്നിവ ഉൾപ്പെടുത്തി വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ജനുവരി 31 വൈകുന്നേരം 3 മണിക്കകം ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ എത്തിക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് നിർമ്മാണം വിദഗ്ധ സംഘം സ്ഥലം പരിശോധിച്ചു. പരിശോധന നടത്തിയത് മേൽപ്പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്. കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിന്റെ പഞ്ചവത്സര ദ്വിശതാബ്ദി ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും. സമാപനം ഡൊറോത്തിയ ബേക്കറിന്റെ ജന്മദിനത്തിൽ. നൈപുണ്യ വികസനത്തിന് കൈത്താങ്ങ്. പള്ളിക്കത്തോട് PTCM ഗവൺമെന്റ് ITIയിൽ പ്രൊഡക്ഷൻ സെന്റർ തുടങ്ങി. ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചത് 14 ലക്ഷം രൂപ വിനിയോഗിച്ച്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.